സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഇസ് ദി ഫൗണ്ടേഷൻ ഓഫ് എ ചൈൽഡ്സ് സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട അല്ലേ. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യമാണ് ആ കുഞ്ഞിനെ എന്താ പറയുക സൊസൈറ്റിയുടെ മുമ്പിലേക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാക്കുകയോ അല്ലെങ്കിൽ ഒരു ഷൈ ആയിട്ടുള്ള ആളാക്കുകയോ ചെയ്യും. സമ്മർ ക്യാമ്പിലും എൻ്റെ അക്കാഡമിയിലേക്ക് ഒത്തിരി പേരൻസ് വന്നിട്ട് പറയാറുണ്ട്, കുഞ്ഞിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര നാണമാണ്. ഒരു പബ്ലിക്കിലേക്ക് പോകുമ്പം ഒരു എക്സ്റ്റെപ്പ് ബോൾ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓൺ ദ സ്പോട്ട് ടോപ്പിക്ക് കൊടുക്കുമ്പോഴോ കുഞ്ഞ് എപ്പോഴും പുറകോട്ട് വലയാറാണ് പതിവ്. അപ്പം ഞാൻ അമ്മമാരോട് സംസാരിക്കാറുണ്ട്, 10 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞാണെങ്കിൽ അവിടെ ആ കുഞ്ഞിന് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ അല്ല പ്രശ്നം. കാര്യം കുഞ്ഞിനൊരു ഭാഷ നാണിച്ച് പറയണമെന്നോ അല്ലെങ്കിൽ ഷൈ ആയിട്ട് പറയണമെന്നോ അറിയാനുള്ളൊരു പക്വത ആയിട്ടില്ല. പക്ഷെ അവിടെ എന്താണ് പ്രോബ്ലം? കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി. നമ്മൾ ആ കുഞ്ഞിനെ എങ്ങനെ മോൾഡ് ചെയ്യുന്നു, ആ കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഇംഗ്ലീഷും മലയാളവും അല്ല, ഷൈനെസ് എന്ന് പറയുന്നൊരു ഫാക്ടർ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും എന്നിങ്ങനെ ഏത് ലാംഗ്വേജും അവന് കറക്റ്റായിട്ട് വഴങ്ങും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തന്നെ ഫോളോ ചെയ്യേണ്ട, ആസ് പേരൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. ഈ ഒരു 4-5 സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ഫോളോ ചെയ്താൽ ഐ ബെറ്റ് കുഞ്ഞ് എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ആളായി മാറും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ. സോളമൻ ആഷ് എന്ന സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ BEd പഠിപ്പിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക സൈക്കോളജിയിൽ ഡിപ്ലോമ, ഞാൻ എനിക്കൊരു ചെറിയ പേപ്പർ ചെയ്തിരുന്നു കുഞ്ഞുങ്ങളുടെ സൈക്കോളജി അറിയാനായിട്ട്. സോ അതിൽ നമുക്ക് തന്ന ഒരു പേപ്പറാണിത്, വിച്ച് ഇസ് ദി സോളമൻ ആഷ് കൺഫോർമിറ്റി ടെസ്റ്റ്. അപ്പം ഇതിനകത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുഞ്ഞിന് ഒരു പിയർ പ്രഷർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ കുഞ്ഞിൻ്റെ ബിഹേവിയർ ഏത് രീതിയിലേക്ക് പോകും എന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ്. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ഗ്രൂപ്പിൽ ഈ കുഞ്ഞിനെ ഇരുത്തുക. ഇതൊരു പ്രീ പ്ലാൻഡ് ഗ്രൂപ്പ് ആയിരിക്കണം കേട്ടോ. ഈ കുഞ്ഞ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നമ്മൾ ഈ കൊടുക്കാൻ പോകുന്ന ആൻസർ തെറ്റായിട്ട് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. നോ സേ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയുടെ ഒരു ഗ്രൂപ്പിലിരിക്കാമെന്നിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ചേച്ചിമാർ, അനിയത്തിമാർ, ഇങ്ങനത്തെ ഗ്രൂപ്പിനകത്തേക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ വരുത്തുക. എന്നിട്ട് ഈ കുഞ്ഞിനെ ഒരു ഡയഗ്രം കാണിക്കുക. ഓക്കെ, ഈ ഡയഗ്രമിൽ ഒരു ലൈന് ഇടതുവശത്തും 3 ലൈൻ വലതുവശത്തും കാണും. ഓക്കെ, അപ്പം ഇടതുവശത്തുള്ള ലൈനിൻ്റെ അതേ നീളവും വണ്ണവും വരുന്ന വലതുവശത്തുള്ള ഏത് ലൈനാണ് എന്ന് കുഞ്ഞിനോട് ചോദിക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ കൃത്യമായിട്ടൊരു ആൻസർ കാണും, ഇതിൻ്റെ ആൻസർ 2 ആണ്. കാരണം അതിൻ്റെ 2 ആണ് ഇതിൻ്റെ സെയിം സൈസിലും ഷേപ്പിലും വരുന്നത്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം 1 ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, ആസ് ഐ ടോൾഡ് യു, ഇതൊരു പ്രീ പ്ലാൻഡ് ഒരു സെഷനാണ്. അപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം 1 എന്ന ആൻസർ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ആൻസർ 1 ആണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഇത്. നേരെ മറിച്ച് കുഞ്ഞ് പറയാണ്, അല്ല ഇതിൻ്റെ ആൻസർ 2 അല്ലേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ഇതിൻ്റെ ആൻസർ 2 ആണ് എന്ന് ഉറപ്പിച്ചിട്ട് ഈ 2 രീതിയിലും പറയുന്ന കുഞ്ഞാണെങ്കിൽ ദിസ് ചൈൽഡ് ഇസ് ആബ്സല്യൂട്ട്ലി നോർമൽ. ഓക്കെ, അതല്ല ഈ കുട്ടി പറയാണ് ബാക്കിയുള്ളവരുടെ എല്ലാം ആൻസർ കേട്ടിട്ട് ബാക്കി എല്ലാവരും 1 എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറയുകയാണ് യെസ് ഇതിൻ്റെ ആൻസർ 1 എന്ന് പറയുകയാണെങ്കിൽ ഓർത്തോളുക, ബാക്കിയുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കുഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റുക. ഓക്കെ, വാട്ട് വി നീഡ് ടു ഡു ഇസ് ബാക്കിയുള്ളവർ മോനെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു കാര്യം, ആ ഒരു ചിന്ത കുഞ്ഞിലേക്ക് വളർത്താതിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നീ നിൻ്റെ തരത്തിൽ യു ആർ വെരി വെരി ബ്രേവ് ആൻഡ് യു ആർ വെരി സ്ട്രോങ്. നീ പറയുന്നത്, നീ ചെയ്യുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റാണ് എന്ന് കുഞ്ഞിനെ മനസ്സിലാക്കാൻ നോക്കുക. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. Now let's get into the second. Comparison. As parents, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളതും കുഞ്ഞിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ അല്ലേ. നമ്മുടെ കുഞ്ഞ് നമ്മളെ അടുത്തേക്ക് പറയാം, അമ്മ എനിക്ക് 21 ഉണ്ട് 25. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും, മോനെ ആർക്കാ ക്ലാസ്സിൽ ഫുൾ? ഓട്ടോമാറ്റിക്കലി നമ്മളൊരിക്കലും ആ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് വാ നിനക്ക് 21 ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ഹഗ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ്. ആസ് പേരൻസ് നമ്മൾ ഇങ്ങനെയാണ് കുഞ്ഞിനടുത്ത് പെരുമാറുന്നതെങ്കിൽ അത് മാറ്റുക.
കമ്പാരിസൺ ഒരു കാര്യത്തിലും, അത് പൈസേൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കുഞ്ഞിൻ്റെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളെന്നല്ല ഞാൻ പറഞ്ഞ ആസ് ഗ്രൂൺ അപ്പ് അഡൾട്ട്സ് ജോബിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു കുഞ്ഞിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അപ്രീഷിയേറ്റ് ചെയ്യുക. അവൻ ചെയ്ത കാര്യത്തിന് വേണ്ടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് 25-ൽ 18 കിട്ടിയോണ്ടോ അല്ലെങ്കിൽ ഒരു 19 കിട്ടിയോണ്ടോ ഭൂമി ഇടിഞ്ഞ് താഴെ വീഴാൻ പോണില്ല. അവൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുക. ഒരു സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയോണ്ടോ അല്ലെങ്കിൽ ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയോണ്ടോ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് മോശമായോണ്ടോ ഒരിക്കലും അവനൊരു മോശം ആളാവുന്നില്ല. സോ നെവർ കമ്പയർ ഹിം ടു അനദർ പേഴ്സൺ. ഓക്കെ, നൗ നമ്പർ 3, സെൽഫ് കോൺഫിഡൻസ് ഒരു കുഞ്ഞിലേക്ക് വരുത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. ഡെവലപ്പ് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഒരു പക്ഷേ അവനെ മാത്സിൽ ഇച്ചിരി ഒന്ന് പുറകോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനെ നന്നായിട്ട് ഇതൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ അവനെ മോട്ടിവേറ്റ് ചെയ്യുക. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒരു കുഞ്ഞിലേക്ക് വളർത്തുമ്പോൾ അത് നമ്മൾ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ അവനെ എൻകറേജ് ചെയ്യുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരാളെ അവൻ ഹെൽപ്പ് ചെയ്യുമ്പം അവൻ്റെ തന്നെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ അവൻ മോട്ടിവേറ്റ് ചെയ്യുമ്പം അവനെ തന്നെ അവൻ മോട്ടിവേറ്റ് ചെയ്യണം, അവനെ തന്നെ അവൻ ഹെൽപ്പ് ചെയ്യണം. സോ ആ ഒരു ബിലീഫ് നമ്മൾ ആദ്യം അവനിലേക്ക് വളർത്തുക. നൗ പോയിന്റ് നമ്പർ 4, പ്രേസ് ഹിം അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഒരു ദിവസം ഒരു തവണയെങ്കിലും അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെങ്കിലും നമ്മൾ പ്രേസ് ചെയ്യുക. ഒരു പക്ഷേ ഒരു ഡ്രോയിങ് ആകാം, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ആകാം, അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞനിയനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം. ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പ്രേസ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം പോസിറ്റീവ് ആയിരിക്കും അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മോൾഡിങ് ആ ടൈമിൽ. നമ്മൾ അറിയുന്നില്ല, കുഞ്ഞുങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യണം അല്ലേ. എസ്പെഷ്യലി മൂത്തൊരു കുഞ്ഞാണെങ്കിൽ, ഇളയൊരു കുട്ടിയുള്ള ഒരു വീട്ടിൽ മൂത്തൊരു കുഞ്ഞിനെ ആയിരിക്കണം നമ്മൾ പ്രേസ് ചെയ്യേണ്ടത്. അവിടെ ഇളയൊരു ആളെ ഇതൊരു ബാധിക്കുന്നേ ഇല്ല. ബിക്കോസ് ഹീ ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ്. എല്ലാ വീടുകളിലും മൂത്ത കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു ഇൻട്രോവേർട്ട് നേച്ചർ, സ്പെഷ്യലി ഒരു 10 years ഒക്കെ ആകുമ്പം വരാനൊരു സാധ്യത ഉണ്ടാവാം. ഞാൻ ഒതുങ്ങിപ്പോയോ, അറ്റൻഷൻ എല്ലാം എൻ്റെ അനിയനാണോ കിട്ടുന്നത് അല്ലെങ്കിൽ അനിയത്തിക്കാണോ കിട്ടുന്നത് എന്ന ചിന്ത അവനിലേക്ക് ഒത്തിരി വരാണ്ടിരിക്കാൻ. ഒബ്വിയസ്ലി ചില സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് കുഞ്ഞിൻ്റെ അകത്തേക്ക് അത് വരും. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇളയാളെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പം, അവനെ എടുക്കുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല മാറി നിന്നിട്ട് കുഞ്ഞിത് കാണുന്നുണ്ടെന്ന്. സോ അത് വരാണ്ടിരിക്കാൻ ഒരാളെങ്കിലും, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, കുഞ്ഞിനെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഒരു ദിവസം പ്രേസ് ചെയ്യുക. നൗ ദ ലാസ്റ്റ് പോയിന്റ്, ഇൻസ്റ്റില്ലിങ് ആൻ അഡ്വെഞ്ചറസ് മൈൻഡ്. കുഞ്ഞുങ്ങൾ എപ്പോഴും ക്യൂരിയസ് ആവുന്ന അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. കാർഡിഫ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയിൽ 40% കുഞ്ഞുങ്ങൾ പാസീവായിട്ട് അവരെ വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ ലാപ്ടോപ്സ്, ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ അടുത്ത് വരുന്ന പേരൻസിനോട് ഞാൻ പറയും ഹാഫ് ആൻ അവറൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഇരുത്തണം. കാര്യം ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആകുമ്പോൾ നമുക്കൊരിക്കലും അവനെ മണ്ണപ്പം ചുടുക എന്ന് മാത്രം പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറക്കാൻ പറ്റില്ല. കാര്യം ഇത്രയും ടെക്നോളജി ഡെവലപ്ഡ് ആണ്. അവൻ അറിയണം, അവൻ സ്കൂളിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഗെയിംസോ പഠിക്കുമ്പം അവനും അതിനൊപ്പം പോകണം. പക്ഷേ നമ്മൾ വീഡിയോ ഗെയിംസിന് പകരം നമ്മൾ അവന് കൊടുക്കുന്ന എന്താണ്? ദാറ്റ് പ്ലേസ് എ മേജർ റോൾ. നിങ്ങൾ അവന് കൊടുക്കുന്നത് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റിഡിൽസ് അല്ലെങ്കിൽ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ ഒത്തിരി ഇല്ലേ, ലൈക്ക് അമേസിങ് ഫാക്ട്സ്. അവനെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പ്രൊമോട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇപ്പം ടെൽ മീ വൈ, ഇതേപോലത്തെ ഒത്തിരി ബുക്സ് അവൈലബിൾ ആണല്ലോ. വേബൈ ഇദ്ദേഹം ഒത്തിരി ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ചിലപ്പം പസിൽസ് ആയിരിക്കാം, ചിലപ്പോൾ റിഡിൽസ് ആയിരിക്കാം, ചിലപ്പം അന്നത്തെ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പം ഇത് അവനിലേക്ക് ക്യൂരിയോസിറ്റി വളർത്തുക. ലെറ്റ് ഹിം ആസ്ക് ക്വസ്റ്റ്യൻസ്. എത്രമാത്രം അവൻ ചോദിക്കുന്നോ അത്രമാത്രം അവൻ കോൺഫിഡൻ്റ് ആവും. ഇതേപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവനെ തന്നെ ഏൽപ്പിക്കുക. ഇപ്പം അഥവാ ഒന്നോ മുട്ടെറിഞ്ഞു വീണു അല്ലെങ്കിൽ ഓടി അവനൊന്ന് പോകുമ്പം എന്തെങ്കിലും അവനൊന്ന് മിസ്സായി, നമ്മൾ അനങ്ങാണ്ടിരിക്കുക അല്ലേ. ലെറ്റ് ഹിം സോൾവ് ബൈ ഹിംസെൽഫ്. പ്രോബ്ലം സോൾവിങ്, തന്നെത്താനെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവനുണ്ടാവുമ്പം ഡെഫിനറ്റ്ലി ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അവനിലേക്ക് നന്നായി ബൂസ്റ്റ് ആവും. ഓക്കെ, സോ ഇതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടെങ്കിൽ, കുഞ്ഞിന് സെൽഫ് കോൺഫിഡൻസ് വരുത്താനുള്ള മെഷേഴ്സ് ഉണ്ടെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ഷെയർ വിത്ത് മീ. എൻ്റെ അടുത്ത് വരുന്ന പേരൻസിന് ഞാനും അത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ, സീ യു ഓൾ നെക്സ്റ്റ് വീക്ക്. ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക ആൻഡ് ഡെവലപ്പ് ദറ്റ് സെൽഫ് കോൺഫിഡൻസ് ഇൻ യുവർ ചൈൽഡ്. Bye-bye.